ഹായ് ഹലോ, ഇന്നൊരു ചിക്കൻ ഹനീദിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം കുരുമുളക്, ചെറിയ ജീരകം, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് അത്യാവശ്യം ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ഫ്ലെയിമിൽ ഇട്ട് പോയാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓഫാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷമാണ് നമ്മൾ ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടത്, എന്നാലേ പെട്ടെന്ന് ഒന്ന് മിക്സായി കിട്ടുള്ളൂ. പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അതിന് ശേഷം അതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശേഷം ആ മിക്സിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് അല്പം ഓയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇല്ലാതെ ചിക്കൻ മാത്രം ഊറ്റിയെടുക്കുക. എന്നിട്ട് ഈ പാനിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി. അതിന് ശേഷം ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. നമ്മൾ സാധാരണ മന്തിയും കബ്സയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പേരിനൊരു ചെറിയ മാറ്റവും സാധനങ്ങൾക്ക് കുറച്ച് മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കി പരിപാടി നോക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ അതിലേക്ക് അളന്നൊഴിച്ച് കൊടുക്കാനുള്ളതാണ്. പാൻ വെച്ചിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ഗ്രാമ്പു, ഏലക്കയും പട്ടയും ഒരു സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി, മല്ലിച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ വെള്ളം ഇളന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പം 1 കപ്പിന് 1.5 കപ്പ് എന്ന നിലക്കാണ് വെള്ളം എടുക്കുന്നത്. 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ വെള്ളത്തിന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ശേഷം അതിന് മുമ്പ് നമ്മൾ ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണേ, എന്നാലും പെട്ടെന്ന് വന്ന് കിട്ടുള്ളൂ. എന്നിട്ട് കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചിട്ടെടുക്കുക. വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ അല്പമൊന്ന് വെള്ളം നല്ല ഡ്രൈ ആവേണ്ട കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ അടച്ച് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ടെടുക്കുക. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം ചോറും ഈ ചിക്കനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.